രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ വിവാദത്തിൽ ഷാഫി പറമ്പിൽ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. വിമർശനങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ലെന്നും ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് താൻ പോയതെന്നും ഷാഫി പറമ്പിൽ എം പി കണ്ണൂർ എയർപോർട്ടിൽ വെച്ച് ഞങ്ങളുടെ പ്രതിനിധിയോട് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പരിപാടി പങ്കെടുക്കുന്നത് ഒളിച്ചോട്ടമായിട്ട് കാണുന്ന മാധ്യമ പ്രവർത്തനമാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഞാൻ മണ്ഡലത്തിലുണ്ട്, അവിടെ മാധ്യമങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണാനായിരിക്കും. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ആണോ? വടകരയിൽ 10:30 മണിക്ക് രാവിലെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ ഒന്നിച്ചു കാണുമെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പയോട് പറഞ്ഞത്. കൂടുതൽ വിശദമായി കാര്യങ്ങൾ അവിടെ സംസാരിക്കാമെന്നും ഷാഫി പറയുന്നുണ്ടായിരുന്നു. വടകരയിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ തത്സമയം ചേരും. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്തും ചേരും. ആദ്യം അതുപോലെ കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് കൂടി തത്സമയം ചേരുന്നുണ്ട്. ഗോകുൽ, വടകരയിൽ വാർത്താ സമ്മേളനം നടത്തുന്ന സ്ഥലം ഒക്കെ തന്നെ വ്യക്തമായി കഴിഞ്ഞോ? SK നേരത്തെ തന്നെ തീരുമാനിച്ച ഒരു പരിപാടിയാണ്. ദേശീയപാതയുടെ നിർമ്മാണത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ട് ജനകീയ സമരസമിതി നടത്തുന്ന പരിപാടിയിലായിരിക്കും ഷാഫി പറമ്പിൽ MP എത്തുന്നുണ്ടാവുക. 10:30 അദ്ദേഹം ഇവിടെ എത്തുമെന്നും നേരത്തെ ഉയർന്നു വന്നിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ള വിഷയത്തിൽ പ്രതികരണം തരും എന്നുമാണ് ഇന്ന് രാവിലെ കണ്ണൂർ എയർപോർട്ടിൽ വെച്ച് ഷാഫി പറമ്പിൽ MP പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം ഡൽഹിയിൽ നിന്ന് നേരെ ബീഹാറിലേക്കും അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്കും ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ നിരവധി തവണ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ തേടാനും അദ്ദേഹത്തിൽ നിന്ന് പ്രതികരണങ്ങൾ തേടാനും ഒക്കെ ശ്രമിച്ച സമയത്ത് അദ്ദേഹത്തെ ലഭ്യമായിരുന്നില്ല. പിന്നീട് ഇന്ന് രാവിലെ 24-നാണ് അദ്ദേഹം ആദ്യമായി ഈ ബീഹാറിൽ പോയതിനു ശേഷമുള്ള ആദ്യമായിട്ടുള്ള പ്രതികരണം നൽകുന്നത്. അതിനുശേഷം അവിടെ വെച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത് വടകരയിൽ ഒരു പൊതുപരിപാടി ഉണ്ട്, തന്റെ മണ്ഡലത്തിലെ പരിപാടിയിൽ വെച്ച് തന്നെ വിശദമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാമെന്ന്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതിൽ തുടങ്ങി പിന്നീട് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഷാഫി പറമ്പിലിന് പ്രത്യേക താല്പര്യങ്ങളുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള വലിയ വിവാദമായിട്ടുള്ള ഈ വിഷയത്തിൽ ഷാഫി പറമ്പിലിന്റെ പ്രതികരണത്തിന് വലിയ പ്രസക്തിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.